നമസ്കാരം. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും. മഴ കനത്തതോടെ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നു. കക്കിയാറിലും ഒഴുക്ക് ശക്തമായി തുടരുന്നു. കനത്ത മഴയെ തുടർന്ന് കൊല്ലം പാലരുവി വെള്ളച്ചാട്ടം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. കേരള തീരത്ത് മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരുകയുമാണ്. അതേസമയം തമിഴ്നാട്ടിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അവിടെ 16 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 15 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഡിസംബർ മാസത്തിൽ മഞ്ഞുകാലം സജീവമാകേണ്ട സമയത്ത് കാലം തെറ്റിയുള്ള ശക്തമായ മഴ എന്തുകൊണ്ടാണ്? കാലാവസ്ഥയിലെ ഈ വ്യതിയാനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നു ഇന്ന് ന്യൂസ് ഈവനിംഗ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പ്രത്യേക അതിഥിയായി ഇന്ന് കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ ന്യൂസ് ഈവനിംഗിൽ ചേരുന്നുണ്ട്. ഗുഡ് ഈവനിംഗ് മാഡം. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം കാലം തെറ്റിയുള്ള ഈ മഴ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കാലാവസ്ഥ അത് നമുക്ക് അത്ര പരിചയമുള്ള ഒന്നല്ല. ഡിസംബർ മാസത്തിൽ ശക്തമായ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയമാണ് സാധാരണഗതിയിൽ കേരളത്ത് അനുഭവപ്പെടുക. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മഴ പെയ്യുന്നു. പലയിടങ്ങളിലും അത് റെഡ് അലേർട്ടും ഒപ്പം ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെയായി മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു കാലാവസ്ഥ മാറ്റമുണ്ടായത് എന്നതിൽ ആദ്യം തുടങ്ങാം. ഇത് ഇപ്പം നമ്മൾ കാണുന്ന മഴ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ന്യൂനമർദ്ദം അത് കേരളത്തിന് മുകളിൽ കൂടി അറബിക്കടലിലേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇന്നലെയും ഇന്നുമായിട്ട് ഈ കാണുന്ന മഴയുണ്ടായിരിക്കുന്നത്. അത് അറബിക്കടൽ ലക്ഷദ്വീപിനടുത്തായിട്ടാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അത് പിന്നെയും പടിഞ്ഞാറേക്ക് പോകുന്നതോടുകൂടി നമുക്ക് ഇന്നത്തോടുകൂടി ഈ മഴയുടെ ഇഫക്റ്റ് അങ്ങ് കുറയും. അപ്പോൾ നാളെയും മറ്റന്നാളും അതിന് അടുത്ത ദിവസവും 3 ദിവസം നമുക്ക് മഴ കാര്യമായിട്ടുണ്ടാവില്ല. അതിനുശേഷം പിന്നെ 5-ാമത്തെ ദിവസമാണ് പിന്നെ നമുക്ക് അടുത്ത ചൊവ്വാഴ്ചയാണ് പിന്നെ യെല്ലോ അലർട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വേറൊരു ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ സീക്ക് അടുത്തായിട്ട് രൂപപ്പെട്ട് വരുന്നുണ്ട്. അത് നമുക്ക് തമിഴ്നാടിനടുത്തേക്ക് എത്തുന്നതോടുകൂടി നമുക്ക് കേരളത്തിൽ മഴ കിട്ടും. ഇതാണ് ഈ മഴയ്ക്ക് നമ്മളിപ്പോൾ കാണുന്ന ഈ മഴയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള ഒന്നല്ല ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ഈ സമയത്തുള്ള കാലാവസ്ഥ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ മാറി മാറി വരുന്ന കൊടുങ്കാറ്റുകൾ, അതിനുശേഷം ഉണ്ടാകുന്ന അവിടുത്തെ ദുരിതങ്ങൾ, ഇതെല്ലാം മുൻപ് വാർത്തയായതാണ്. 2018 പ്രളയത്തിന് ശേഷം കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട്. നമ്മുടെ പൊതുബോധം, കാലാവസ്ഥയെക്കുറിച്ചുള്ള പൊതുബോധം ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിൽ മുൻപുള്ള അല്ലെങ്കിൽ ഈ 2018 മുമ്പ് വരെ ഉണ്ടായിരുന്നൊരു സ്ഥിതിയല്ല എന്നുള്ള കാര്യം, അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഒരു കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾ നോക്കിക്കാണുന്നത്? ഇത് സാധാരണ ഉണ്ടാവുന്നതല്ല എന്ന് പറഞ്ഞാൽ മുഴുവനായും ശരിയാവില്ല. കാരണം 2000 മുതൽ 2023 വരെയുള്ള ഒരു പീരീഡ് നോക്കിയപ്പോൾ സൈക്ലോണായിട്ടും ഡിപ്രഷനും ഡീപ്പ് ഡിപ്രഷനും ഒക്കെ ആയിട്ട് കുറച്ച് സിസ്റ്റങ്ങൾ തമിഴ്നാട് കടന്ന് കേരളത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഒരു 6 സിസ്റ്റങ്ങൾ ഇതുവരെ നമുക്ക് ഈ പീരീഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വർഷം നമുക്ക് അതിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൂടുതലാണ്. ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിലൊരു സിസ്റ്റം എന്നുള്ള പോലെയൊക്കെ നമുക്കിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിന്നെ ഒരു കാര്യം ഇപ്പോൾ 2018 കാര്യം അല്ലെങ്കിൽ 2017 ഓഖിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ശതമാനം ഒരു ശരിയുണ്ട്. കാരണം മഴയുടെ ഇൻറ്റൻസിറ്റി കൂടി എന്നുള്ളതാണ്. കാരണം ഒരു ന്യൂനമർദ്ദം നമുക്ക് കേരളത്തിന് കൂടി മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ, കടന്നു പോവുകയാണെങ്കിൽ, നേരത്തെയൊക്കെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് റെഡ് അലർട്ടൊക്കെ ഇഷ്യൂ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് പെയ്യുന്ന മഴയുടെ അളവിൽ കൂടുതലുണ്ട്. വെതർ സിസ്റ്റത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് തന്നെ ആയിരിക്കുമ്പോൾ തന്നെ പെയ്യുന്ന മഴയുടെ അളവിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് അലർട്ട് ഇഷ്യൂ ചെയ്യാതെ. നേരത്തെ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ നോക്കുമ്പം അത്രയ്ക്കധികം മഴ നൽകുന്ന ഒരു സിസ്റ്റം ആയിരുന്നില്ല ഈ ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് റെഡ് അലർട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യ സിസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ കാസർഗോഡൊക്കെ വളരെയധികം മഴയാണ് പെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ കാര്യത്തിലും. ഇന്നലെ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ മഴ എന്ന് പറഞ്ഞത് 55 സെൻറ്റിമീറ്ററോളം മഴയാണ് ഒരു സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 10-12 സ്ഥലത്ത് 20 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ, വളരെ വ്യാപകമായിട്ട് കനത്ത മഴ പെയ്തിട്ടുണ്ട് ഇന്നലെ തമിഴ്നാട്ടിൽ. അപ്പോൾ സാധാരണഗതിയിൽ ഇത്രയധികം മഴ ഇതുപോലുള്ള സിസ്റ്റത്തിനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു സാധാരണമായിരുന്നില്ല. ഇപ്പോൾ ഇതൊരു സാധാരണ കാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മാഡം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. കാരണം ജനങ്ങൾ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്ത് അലേർട്ടുകൾ ലഭിക്കുക, അത് കൃത്യമാവുക എന്ന്
പൊതുജനം അത് എക്സ്പെക്ട് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പം നമ്മൾ കണ്ടതാണ്, ഒരു ചെറിയ മഴ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് മാത്രം ശക്തമായ മഴ ഉണ്ടാകുന്ന സാഹചര്യം മുണ്ടക്കയിലും ചൂരൽമലയൊക്കെ സംഭവിച്ചത് അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. മഴ പെയ്യുമ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടാകുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ സംവിധാനങ്ങൾ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ സംവിധാനങ്ങളെ കുറിച്ച് എന്താണ്? കൃത്യമായ അലേർട്ടുകൾ കൃത്യസമയത്ത് നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉണ്ട്. 24 മണിക്കൂറും നമ്മൾ എല്ലാ വെതർ സിസ്റ്റത്തെയും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അതിനുള്ള വാർണിങ്സും അലേർട്ട്സും മാറ്റി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞാൽ മാറി മറിയുന്ന ഒരു അവസ്ഥ അതുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ ഓരോ ജില്ലയിലെയും ഓരോ ഭാഗത്തും മഴമേഘങ്ങൾ വരുന്നതിനനുസരിച്ചും അതിൻ്റെ എത്ര മഴ കൊടുക്കാമെന്നുള്ളതിനനുസരിച്ചിട്ടുള്ള അലേർട്ടുകളൊക്കെ ചിലപ്പോൾ മാറ്റേണ്ട വരുന്നുണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴൊക്കെ. പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്ക് രാത്രി കാലങ്ങളിലാണ് മഴ കൂടുക. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ ഞങ്ങളും അതേപോലെ തന്നെ അതേ ജാഗ്രത പുലർത്തുന്നുണ്ട്. എല്ലാ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വെതർ സിസ്റ്റത്തെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂ ചെയ്യുന്ന അലേർട്ട്സ് പബ്ലിക്കിന് അതേ സമയത്ത് എത്തിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് തന്നെ പറ്റുള്ളൂ. കാരണം പബ്ലിക് എപ്പോഴും TV കാണുകയോ വാർത്ത കേൾക്കുകയൊക്കെ ചെയ്യാത്തവർ, അല്ലെങ്കിൽ മൊബൈൽ വഴി ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ അലേർട്ട്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും അതിന് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ അടുത്തേക്ക് ഓരോരുത്തരിലേക്കും അത് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു 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 എന്താ പറയുക, അവിടെയാണ് ഒരു അല്പമെങ്കിലും ഒരു മിസ്സിംഗ് ലിങ്ക് ആയിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു ചെറിയ സമയത്ത് ഒരു പ്രത്യേക ഇടത്തിൽ മാത്രം ശക്തമായ മഴ പെയ്യുന്നു. അത് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം സമയത്തേക്ക് അത് നീണ്ടുപോകുന്നു. ആ ശക്തി തോരാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിപ്പോൾ വെള്ളക്കെട്ടാണെങ്കിലും അല്ലെങ്കിൽ മണ്ണിടിച്ചിലാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന അപകടങ്ങൾ മറ്റൊന്ന്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ, അതിപ്പോൾ മാഡം പറഞ്ഞാൽ പോലും മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥയിൽ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങളും മുൻകരുതലും മാറേണ്ടതുണ്ടല്ലോ. അത് കേരളത്തിൽ മാത്രമല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കേരളത്തിനെ സംബന്ധിച്ചുള്ള നമ്മളുടെ വൾനറബിലിറ്റി, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഏതെങ്കിലും ഒരു അവസ്ഥയുണ്ടായ ഒരു പ്രകൃതിക്ഷോഭം നമുക്കുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. ആ കാര്യത്തിലാണ് കേരളത്തിന് വ്യത്യസ്തത വരുന്നത്. അല്ലാതെ വൾനറബിലിറ്റി കാലാവസ്ഥയിൽ ഉള്ള മാറ്റം എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞത്. കാരണം എല്ലായിടത്തും ഈ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. ഈ മഴയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു ഏതെങ്കിലും ഒരു രീതിയിൽ വ്യത്യാസമുണ്ട്. അത് ആഗോള താപനത്തിൻ്റെ ഭാഗമാണെന്ന് ഇതുവരെ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്താ പറയുക, മുൻകരുതൽ നടപടികളൊക്കെ എടുക്കുന്നുമുണ്ട്. പക്ഷേ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുക, പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടും നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൊണ്ടൊക്കെ ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, നമ്മുടെ കാലാവസ്ഥയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം അതൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. അത് ഏറെക്കാൾ നീണ്ടു നിൽക്കാൻ പോകുന്നതാണ്. ഇനിയിപ്പോൾ വരും വർഷങ്ങളിലൊക്കെ ഇത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഏത് രീതിയിലാണ് ഇതിനോട് ഒത്തുപോകേണ്ടത്? എന്താണ് പൊതുസമൂഹത്തോട് മാഡത്തിന് പറയാനുള്ളത്? ഇപ്പോൾ ഒന്ന്, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ചും സർക്കാർ ഏജൻസികളിൽ നിന്ന് വരുന്നത്, അത് കേരളത്തിലാണെങ്കിൽ KSDM അല്ലെങ്കിൽ IMDയിൽ നിന്ന് വരുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് വിശ്വസിക്കുക. അതിനനുസരിച്ചിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ, പ്രത്യേകിച്ചും യാത്ര ഒഴിവാക്കുക, അല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലോ നദി കടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകരുതെന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം പാലിക്കാൻ നോക്കുക. നമ്മുടെ സ്വയരക്ഷയുടെ കൂടി ഭാഗമാണ്. നമ്മുടെ സിസ്റ്റത്തോട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണെന്ന് കരുതിക്കൊണ്ട് അതൊക്കെ പാലിക്കുക. പിന്നെ ഇത് കാലാവസ്ഥ വ്യതിയാനം എന്ന് പറഞ്ഞാൽ മഴയിൽ മാത്രമല്ല, ചൂടിൻ്റെ കാര്യത്തിലും കേരളം എന്താ പറയുക, ഇനിയിപ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ചൂടിൻ്റെ അനാലിസിസ് കാണിക്കുന്നതും കേരളത്തിൽ ചൂട് കൂടുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ഇനിയും പ്രത്യേകിച്ചും 2023 ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഒരു വർഷമായിരുന്നു. 2024 രണ്ടാമത്തെ ചൂട് കൂടിയ വർഷമായിട്ടാണ് ഇതുവരെയുള്ള ഒബ്സർവേഷൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇനിയും അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് 2025 അത് അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഈ മഴയുടെ ഇത് കഴിയുമ്പോൾ ചിലപ്പോൾ ചൂടിൻ്റെ ആഘാതവും ഒരുപക്ഷെ നമുക്ക് കൂടുതൽ അനുഭവപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി മെഷേഴ്സ് എടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയ്ക്കും പിന്നെ ഗവൺമെൻറ് ഏജൻസികൾ എന്തൊക്കെ ചെയ്യുന്നു അതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്.